പുതുപൊന്നാനി പാലത്തിന് താഴെ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന താൽക്കാലിക ബണ്ടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന പൊന്നാനി നഗരസഭയുടെ ആവശ്യം പരിഗണിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരും നഗരസഭാ ഭരണസമിതി അംഗങ്ങളും സംയുക്തമായി സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷം പാലത്തിന് താഴെ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്ന കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യുമെന്നും തടസ്സങ്ങൾ നീക്കുമെന്നും NH അധികൃതർ ഉറപ്പു നൽകി. പാലത്തിനടിയിൽ കെട്ടിക്കിടക്കുന്ന കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും അടിയന്തരമായി മാറ്റണമെന്നും പൊന്നാനി നഗരസഭ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവശേഷിച്ച കല്ലുകളും താൽക്കാലിക ബണ്ടുകളും മുനമ്പം ജെട്ടിക്ക് സമീപം രൂപപ്പെട്ട മണൽത്തിട്ടയും ചേർന്ന് വെള്ളത്തിന്റെ ഒഴുക്കിന്റെ വേഗത കുറയ്ക്കുന്നതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നതായി നഗരസഭ ചൂണ്ടിക്കാട്ടി. പാലത്തിനടിയിലൂടെ വഞ്ചികളിൽ സഞ്ചരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ അപകട സാധ്യത നേരിടേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ഈ ആവശ്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചത്. ഇതിനിടെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുനമ്പം ഭാഗത്ത് രൂപപ്പെട്ട മണൽത്തിട്ട നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവം നഗരസഭാ ചെയർപേഴ്സൺ CV സുധ നാഷണൽ ഹൈവേ പ്രൊജക്ട് റെസിഡന്റ് എഞ്ചിനീയർ ഷാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് ഷാജിയുടെ നേതൃത്വത്തിലുള്ള NH ഉദ്യോഗസ്ഥരും നഗരസഭാ ഭരണസമിതി അംഗങ്ങളും സംയുക്തമായി സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷം പാലത്തിന് താഴെ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്ന കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യുമെന്നും താൽക്കാലിക ബണ്ടുകൾ പൂർണ്ണമായും നീക്കണമെന്ന നഗരസഭയുടെ ആവശ്യം പരിഗണിക്കുമെന്നും NH അധികൃതർ ഉറപ്പു നൽകി. കൂടാതെ സർവീസ് റോഡിൽ ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന വലിയ കോൺക്രീറ്റ് ബീമുകളും മാറ്റുമെന്നും NH അധികൃതരോട് അറിയിച്ചു. സ്ഥലപരിശോധനയിലും ചർച്ചയിലും നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TK മഷൂദ്, കൗൺസിലർ ബെൻസീറ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി.